രണ്ടു ദിനം കൊണ്ട് പ്രൈവറ്റ് ബസ്സുകാരെ ആകാശത്തേക്ക് കൊണ്ടുപോയതും പൂക്കി മുഖ്യമന്ത്രി. മാളിക മുകളിലേറിയ പ്രൈവറ്റ് ബസ്സുകാരന്റെ തലയിൽ മണ്ടയ്ക്കടിച്ച് മാറാപ്പു കയറ്റിയതും പൂക്കി മുഖ്യമന്ത്രി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാട്ടിൽ ചില വാഹനങ്ങളിൽ ചിലര് അവരിഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ഫോട്ടോയൊക്കെ വെക്കാറുണ്ട്. എന്നിട്ട് ആ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പ് അല്ലെങ്കിൽ തലക്കെട്ട് അല്ലെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാറുണ്ട്. ഈ ഫോട്ടോ ഈ വാഹനത്തിന്റെ ഐശ്വര്യം, ഈ ഫോട്ടോ ഈ വാഹനത്തിന്റെ സമാധാനം, ഈ ഫോട്ടോ ഈ വാഹനത്തിന്റെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ വെക്കാറുണ്ട്. ചിലരൊക്കെ വീടുകളിലും അവരിഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ക്യാപ്ഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോ വെച്ചതോ അതുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല. ചിലരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ചിലരൊക്കെ ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരും ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് മാരെ ബുദ്ധിമുട്ടിക്കാതെ അവരും ജീവിക്കുന്നു. അവർക്കൊന്നും ഒരു കുറവോ കൂടുതലോ അല്ലെങ്കിൽ അവർ ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ അവരിങ്ങനെ ജീവിച്ചു പോകുന്നു. ഈ അടുത്തിടെ, അതായത് മെയ് 4 റിസൾട്ട് വന്ന് UDF വിജയിച്ചു, VD സതീശൻ മുഖ്യമന്ത്രിയാണെന്നും കൂടി അറിഞ്ഞതോടുകൂടി ചില പ്രൈവറ്റ് ബസ്സുകാർക്ക് കുത്തിക്കടപ്പെടുത്തു. അപ്പൊ അവരെന്തെന്നറിയാവോ? ബസ്സിന്റെ പുറകുവശത്ത് വലിയ ഫോട്ടോ, ആരാ? ചിരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രിയുടെ. പിന്നെ ഒരിടത്ത് പടക്കം പൊട്ടിക്കുന്നു, ഒരിടത്ത് പായസം വയ്ക്കുന്നു. ഇവിടെ പായസം വയ്ക്കുമ്പോൾ അവിടെ പടക്കം പൊട്ടിക്കുന്നു, ഇവിടെ പടക്കം പൊട്ടിക്കുമ്പോൾ അവിടെ പായസം വയ്ക്കുന്നു. എന്നിട്ട് ഡയലോഗ് എങ്ങനെ? പിണറായി വിജയന്റെ അന്ത്യം, രാജവാഴ്ച അവസാനിച്ചു, ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി, ഞങ്ങളുടെ മുഖ്യനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് എന്ന് വെച്ചാൽ ഷാജി കൈലാസും രഞ്ജി പണിക്കരും ഒരു തോറ്റുകൊള്ള രീതിയിലുള്ള ഡയലോഗ് അടിയായിരുന്നു കുമാരത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് നമുക്ക് കാണാം. ഓപ്പൺ ചെയ്തേ. നമ്മളെ എത്ര കാലം ചോര കുടിച്ച ഗണേശ്, എത്ര പ്രധാന രണ്ടുണ്ട്, പ്രൈവറ്റിലൊക്കെ പോയിട്ട് ആൾക്കാരായി നിൽക്കണൊക്കെ ഈ കണ്ട കാലം ഞങ്ങൾ സ്വന്തം പാർട്ടിയാണ്, നമ്മൾ ഈ പാർട്ടിയാണ്. പക്ഷെ ഇങ്ങനെ ആഘോഷിച്ച അമ്മാരി വെപ്പിക്കണ ചോര കുടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ചോര കുടിച്ച വെള്ള പെയിന്റ് അടുപ്പിച്ച് നമ്മളെ 3 മാസത്തോളം അടങ്ങാൻ തീർന്നില്ല. ഒരു വീഡിയോ കൂടെ കാണാം നമുക്ക് ചിരിക്കാനായിട്ട്. ഹായ്, പൊന്നപ്പനാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടിയിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി പോയതാണ്. കാരണം ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. അതിൽ ഒരുപാട് സന്തോഷം തോന്നിയത് വേറൊന്നുമില്ല. മോട്ടോർ വാഹന മേഖല തകർത്തവരെ ജനം തകർത്തെറിഞ്ഞു. എത്രയും കൂട്ടിയേച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചൊരു വാർത്തയായിരുന്നു അത്. ഏതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ പൊതുഗതാഗതത്തെയും സ്വകാര്യ ബസ്സുകളെയും ടൂറിസ്റ്റ് ബസ്സുകളെയും തകർത്ത് കളഞ്ഞവർക്ക് ജനങ്ങൾ നൽകിയ ഇവരൊക്കെ എവിടെയാണോ എന്തോ, ഇവരുടെ അവസ്ഥ എന്താണോ എന്തോ, എന്തവസ്ഥയായാലും ആ അവസ്ഥ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊക്കെ ചിരിയേ വരത്തുള്ളൂ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും ബില്ലും, AK-47, പിണറായി വിജയൻ ഇറങ്ങിപ്പോയി, രാജവാഴ്ച അവസാനിച്ചു, ജനാധിപത്യം തിരിച്ചു വന്നു. അതായത് നമുക്ക് ചില സമയത്ത് നമ്മൾ കഴിക്കുന്നതേ ഈ ഇടയ്ക്ക് കയറിയിട്ടേ എല്ലിന്റെ ഇടയിൽ കയറി കുത്തും. അതിന് നമ്മൾ മലയാളത്തിൽ കുത്തിക്കിഴപ്പെന്ന് പറയും. ഈ കുത്തിക്കിഴപ്പ് ആവാം ആവശ്യത്തിൽ കൂടുതലാകുമ്പോഴാണ് ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. കാണിക്കാനാണെങ്കിൽ ഒരു 100 വീഡിയോ കാണിക്കേണ്ടി വരും, 100 പേരുടെ അഭിപ്രായങ്ങൾ കാണിക്കേണ്ടി വരും. കോൺഗ്രസ്സുകാർ പോലും പറയുന്നു, എന്താണ് ഇത്, വല്ലാത്ത ചതിയായി പോയി, ആ പഴയ ഭരണം തന്നെ മതിയായിരുന്നു. പിന്നെ എന്താണ്, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച 1 വർഷമൊക്കെ എടുക്കും ഇതുപോലെയൊക്കെ എത്താന്ന്. 1 വർഷം പോയിട്ട് 1 മാസം പോലും തികേണ്ടി വന്നില്ല. അതിനു മുമ്പ് പായസം വെച്ച് പടക്കം പൊട്ടിച്ച് പൂക്കിയ മുഖ്യന്റെ ഫോട്ടോ ഒട്ടിച്ച പ്രൈവറ്റ് ബസ്സുകാരൊക്കെ പിച്ച ചട്ടി എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. സത്യത്തിൽ നമ്മളെ കൂട്ടത്തിലുള്ളവരുടെ തൊഴിലില്ലായ്മ വരുമ്പോൾ, അവർക്ക് തൊഴിൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് വിഷമം വരാറുണ്ട്. പക്ഷെ ഇമാതിരി കുത്തിക്കളപ്പ് കയറിയവന്മാരുടെ വിഷമം വരുമ്പോഴേ നമുക്ക് ചിരിയാണ് വരുന്നത്. ചിലരൊക്കെ ഇതിൽ പെട്ടുപോയി. കാരണം നിരപരാധികളായ ഒരുപാട് പ്രൈവറ്റ് ബസ് ജീവനക്കാരുണ്ട്, അവരോട് നമുക്ക് സിമ്പതിയേ ഉള്ളൂ. പക്ഷെ കുത്തിക്കടപ്പെടുത്തിട്ട് അതിങ്ങനെ പുറത്ത് പ്രകടിപ്പിച്ചില്ലേ, അവന്മാരുടെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് ചിരിയെ വരും. ഇപ്പം വിഷയം അതല്ല, എരണം കെട്ടവന്മാർ നാട് ഭരിക്കുന്ന നാട്ടിൽ എരണം കെട്ടവന്റെ ഫോട്ടോ പതിച്ചാൽ എന്താകും സ്ഥിതിയെന്ന് മലയാളികളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇപ്പൊ വിഷയം അതല്ല, ഈ ഫോട്ടോ മാറ്റിയിട്ട് അവിടെ മറ്റേ സാധാരണ ഇതൊട്ടിക്കണമെങ്കിൽ അതിനും വേണം 10,000 രൂപ. അതിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഉമ്മാരുടെ അവസ്ഥ എന്ന് ആലോചിക്കുകയാണ്. 2 ദിനം കൊണ്ട് പ്രൈവറ്റ് ബസ്സുകാരെ ആകാശത്തേക്ക് കൊണ്ടുപോയതും പൂക്കി മുഖ്യമന്ത്രി. മാളിക മുകളിലേറിയ പ്രൈവറ്റ് ബസ്സുകാരന്റെ തലയിൽ മണ്ടയ്ക്കടിച്ച് മാറാപ്പു കയറ്റിയതും പൂക്കി മുഖ്യമന്ത്രി. സത്യം പറഞ്ഞാൽ നിന്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഒരു വിഷമവും വരുന്നില്ല. ചിരി ഊപ്പാണ്. ഇതാണ് പറയുന്നത്. നിനക്കൊക്കെ ചേഞ്ച് വേണമല്ലേ? ഇമാതിരി ചേഞ്ച് പോരെ? ജോലിയില്ല, കൂലിയില്ല, ശമ്പളം ഇല്ലാതെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വീട്ടിൽ പവർ കട്ട്, ലോഡ് ഷെഡിങ്,
ഇരുട്ട്. പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന അമ്മമ്മയും അപ്പൂപ്പനും ഉമ്മമ്മയും ഉപ്പപ്പായും ഒക്കെ തലയിൽ കൈവച്ച് പ്രാക്ക്. എന്താ ചെയ്യുക? എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു.